ഫെബ്രുവരി 11 ലൂർദ് മാതാവ്. ഇന്ന് ഫ്രാൻസിലെ ലൂർദ് ലോകപ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. അത്ഭുതകരമായ രോഗശാന്തി നടക്കുന്ന ഒരു സ്ഥലം. അവിടെ വൈദ്യശാസ്ത്രത്തിന് വിശദീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ 4000-ഓളം രോഗശാന്തികൾ നടന്നു കഴിഞ്ഞു. 1856 ബർണാദീത്ത എന്ന 14-കാരി വിശുദ്ധ കന്യക മറിയം പ്രത്യക്ഷപ്പെട്ടതിനു ശേഷമാണ് ഇവയുടെ തുടക്കം. സുഖപ്പെട്ടവരിൽ ക്ഷയരോഗികളും ക്യാൻസർ പിടിപെട്ടവരും അന്ധരും ബന്ധിതരും ട്യൂമർ ബാധിച്ചവരുമുണ്ട്. അത്ഭുതങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ദരിദ്ര കുടുംബത്തിൽ അക്ഷരാഭ്യാസമില്ലാതെ വളർന്നു വന്ന ഒരു പെൺകുട്ടിയായിരുന്നു മരിയോ ബർണഡറ്റ് സ്വാബിനസ്. മലയാള ഭാഷയിൽ ബർണദീത്ത എന്ന് അറിയപ്പെടുന്നു. തെക്കൻ ഫ്രാൻസിലെ ഗംഭീരമായ പിരണീസ് പർവ്വതനിരകളുടെ താഴ്വരയിലുള്ള ലൂർദ് എന്ന ഗ്രാമത്തിലായിരുന്നു അവളുടെ ജനനം. 1856 ഫെബ്രുവരി 11 വ്യാഴാഴ്ച ബർണദീത്തയും അനുജത്തി ട്വാനത്തും ഒരു കൂട്ടുകാരിയും വിറകൊടിക്കാൻ മാസബിയേൽ എന്ന വനത്തിലേക്ക് പോയി. വഴിക്കുള്ള ഒരു കൊച്ചു തോട് കടക്കാൻ ശ്വാസകോശ രോഗിയായ ബർണദീത്തയ്ക്ക് കഴിയാതെ വന്നപ്പോൾ അവൾ ഇക്കരയിൽ തന്നെ കാത്തുനിന്നു. മറ്റു 2 കുട്ടികൾ വിറക് ശേഖരിക്കാൻ തോട് കടന്നുപോയി. അപ്പോൾ ഒരു കാറ്റു വീശി. അടുത്തുള്ള വൃക്ഷത്തലപ്പുകൾ തന്നെ മാടി വിളിക്കുന്ന ഒരു പ്രതീതി അവൾക്കുണ്ടായി. അതൊരു ദിവ്യ ദർശനത്തിന് പശ്ചാത്തലമൊരുക്കി. കണ്ണും ചിപ്പിക്കുന്ന വെള്ള വസ്ത്രവും നീല നിറത്തിലുള്ള അരക്കെട്ടും ശിരോവസ്ത്രവും ധരിച്ച് ഒരു ജപമാലയും കയ്യിലേന്തി ഒരു യുവതി അവിടെ പ്രത്യക്ഷപ്പെട്ടു. സുവർണ നിറത്തിലുള്ള ഒരു പ്രകാശം അവളുടെ പാദത്തിങ്കൽ നൃത്തം വെച്ചിരുന്നു. ബർണദീത്ത ആ സ്ത്രീയുടെ കൂടെ ജപമാല ചൊല്ലി. തൃത്വസ്തുതി മാത്രമേ ആ സ്ത്രീ ഉച്ചരിച്ചുള്ളൂ. ജപമാലയുടെ അന്ത്യത്തിൽ കുനിഞ്ഞ് പുഞ്ചിരി തൂകിയതിനു ശേഷം ആ യുവതി അപ്രത്യക്ഷയായി. 1858 ഫെബ്രുവരി 11 ജൂലൈ 16 ഇങ്ങനെ 18 പ്രാവശ്യം ബർണദീത്തായ്ക്ക് ആ സ്ത്രീയുടെ ദർശനമുണ്ടായി. 3ാമത്തെ ദർശനത്തിൽ ആ സ്ത്രീ പറഞ്ഞു, 2 ആഴ്ചക്കാലം നീ ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ നിന്നെ സൗഭാഗ്യവതിയാക്കാൻ ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല, എന്നാൽ അടുത്ത ലോകത്തിൽ തീർച്ചയായും. 8ാമത്തെ ദർശനത്തിൽ ആ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ബർണദീത്തയോട് പറഞ്ഞു, പ്രായശ്ചിത്തം പ്രായശ്ചിത്തം പ്രായശ്ചിത്തം. 1856 ഫെബ്രുവരി 25 9ാമത്തെ ദർശനത്തിൽ വെള്ളവസ്ത്രം ധരിച്ച യുവതി ബർണദീത്തായോട് പറഞ്ഞു, നീ ആ ഉറവയിൽ നിന്ന് കുടിക്കുക, ശരീരം കഴുകുക, അവിടെ കാണുന്ന സസ്യങ്ങൾ ഭക്ഷിക്കുക. ഈ പറഞ്ഞതൊന്നും ബർണദീത്ത അവിടെ കണ്ടില്ല. അവൾ അടുത്തുള്ള ഗോവു നദിയിലേക്ക് ഓടി. അപ്പോൾ ആ സ്ത്രീ ബർണദീത്തയെ വിളിച്ച് ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു. അവൾ ആ സ്ഥലത്തെ മണ്ണിളക്കി നോക്കി. ഉടനെ അവിടെ ഒരു ഉറവ പൊട്ടി ഒഴുകി തുടങ്ങി. ആ ചെളിവെള്ളം അവൾ കുടിച്ചു. അവിടെ കണ്ട സസ്യങ്ങൾ അവൾ ഭക്ഷിച്ചു. 4 ദിവസം കഴിഞ്ഞ് ഒരു കല്ലുവെട്ടുകാരൻ ലൂയി ബുറിയറ്റ് ആ വഴി വന്നു. ആ വെള്ളത്തിൽ അയാൾ കണ്ണുകൾ കഴുകി. ഉടൻ അയാളുടെ കാഴ്ച തെളിഞ്ഞു. ആ ഉറവയിൽ നിന്ന് ദിനം പ്രതി 2000 ഗ്യാലൻ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ലൂർദിലെ വെള്ളത്തിൽ കുളിക്കുമ്പോഴും കഴുകുമ്പോഴും നിരവധി അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. 1856 മാർച്ച് 25 മംഗളവാർത്തയുടെ തിരുനാൾ ദിവസം ബർണദീത്തായ്ക്ക് കാണപ്പെട്ട വനിത തന്റെ പേര് പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. ഏതാണ്ട് 2 കൊല്ലം മുൻപ് 1854 ഡിസംബർ 8 9ാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ മറിയം അമലോത്ഭവയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം ഈ വെളിപ്പെടുത്തൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പരിശുദ്ധ അമ്മ തന്നെ ആ വിശ്വാസ സത്യത്തെ അംഗീകരിക്കുന്നു. ബർണദീത്തായ്ക്ക് ലഭിച്ച നിർദ്ദേശമനുസരിച്ച് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഗ്രോട്ടോയ്ക്ക് മുകളിലെ പാറയ്ക്ക് മേലെ പണിയപ്പെട്ട ബസിലിക്കായുടെ സ്ഥലപരിമിതി നിമിത്തം പിന്നീട് 1901 ജപമാല പള്ളിയും അതിനോട് ചേർന്ന് സ്ഥാപിക്കപ്പെട്ടു. 1907 10ാം പിയൂസ് മാർപ്പാപ്പ ഇന്നേ ദിവസം ഫെബ്രുവരി 11 ആഗോള സഭയിൽ ഒരു തിരുനാളായി ആചരിക്കാൻ തുടക്കമിട്ടു. ലോകത്തിൽ പരിശുദ്ധ മറിയത്തിന്റെ നാമത്തിലുള്ള ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ലൂർദ്. 1872 അവിടെ 25,000 ഫ്രഞ്ചുകാരാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒന്നിച്ചു ചേർന്നത്. അവിടെ നടക്കുന്ന അത്ഭുത രോഗശാന്തികൾ ലഭിക്കുന്നത് വിശ്വാസികൾക്ക് മാത്രമല്ല, എന്നാൽ രോഗശാന്തിക്ക് പ്രാർത്ഥന അനിവാര്യമായ ഒരു വ്യവസ്ഥയാണ്. അത് കത്തോലിക്ക വിശ്വാസികളായ ബന്ധുക്കളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ കിട്ടാവുന്നതാണ്.